147 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഒരു വചനമാണ്. ദൈവം മനുഷ്യർക്ക് മാത്രമല്ല, തൻ്റെ സൃഷ്ടികൾക്ക് ഓരോന്നിനും എന്തെല്ലാമാണ് ആവശ്യം എന്നറിഞ്ഞു അതിന് വേണ്ടുന്ന നന്മ നൽകുന്നവനാ ദൈവം. വചനത്തിൽ നമ്മൾ എന്താ വായിച്ചത്? അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. അതൊരു പഴഞ്ചൊല്ല് മാത്രമാണ്. പുല്ല് തിന്നുന്ന ശരീരഘടനയല്ല പുലിയുടേത്. അതൊരു മാംസഭുക്കാണ്. പുലിക്ക് മാംസം കിട്ടിയേ പറ്റും. അപ്പൊ ഗതികെട്ടാൽ പുല്ല് തിന്നുന്ന പുലി ഏതായാലും മൃഗസ്വഭാവമുള്ള അല്ലെങ്കിൽ മൃഗമായി ജനിച്ച പുലി ആയിരിക്കത്തില്ല. പുലിയെ പോലുള്ള ചില സ്വഭാവമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലുണ്ടായ പരാജയത്തിന്റെ നടുവിൽ എന്തും ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചുള്ള ഒരു പഴഞ്ചൊല്ലു മാത്രമാണ്. അല്ലാതെ കാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ കൂട്ടിലിട്ടാൽ പോലും വിശന്ന് ചത്താൽ പോലും ഒരു പുലിയും പുല്ല് തിന്നില്ല. പുലിക്ക് മാംസം തന്നെയാണ് ഭക്ഷണം. അതുപോലെ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? അതിന്റെ ചുണ്ടുകൾ വിടർത്തി വായ പൊടിച്ച് ആ ചുമന്ന നിറമുള്ള ചുണ്ടുകൾ അല്ലെങ്കിൽ വായയുടെ അകഭാഗമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ? അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആഹാരം അതിൻ്റെ അമ്മക്കാക്ക അത് കൊണ്ടു കൊടുക്കുന്നതാണ് ആ കാക്കുഞ്ഞിന്റെ ആഹാരം. എന്നാൽ സങ്കീർത്തനക്കാരൻ കാണുകയാണ്, സത്യത്തിൽ കാക്കക്കുഞ്ഞിന്റെ ആഹാരം കാക്കയുടെ അമ്മയാണ് അല്ലെങ്കിൽ അമ്മക്കാക്കയാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ കാക്കയാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിലും ഇതിന്റെയൊക്കെ പിറകിൽ സാക്ഷാൽ ദൈവത്തിന്റെ കരമാണ്. എത്ര കോടി കാക്കകൾ, പക്ഷികൾ, കരയില പക്ഷികൾ, തത്തകൾ, മൈനകൾ, കുരുവികൾ, കഴുകന്മാർ, പ്രാവുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പറന്നിറങ്ങുന്നു. അതിൽ ഏതെങ്കിലും ഒരു കഴുകനോ കാക്കയോ പ്രാവോ അല്ലെങ്കിൽ കുരുവികളോ ആഹാരമില്ല എന്ന് പറഞ്ഞ് കരയുന്നതും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂട്ടം കൂടിയിരുന്ന് ചിറകിട്ടടിച്ച് ആഹാരം കിട്ടില്ല എന്ന് കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ അവയ്ക്ക് വേണ്ടുന്ന ആഹാരം നമ്മുടെ ദേശത്ത് എവിടെങ്കിലും അങ്ങനെ കിടക്കുകയാണോ? ഇല്ല. പക്ഷെ അവരാരും പട്ടിണി കിടക്കുന്നില്ലല്ലോ. നമ്മളവരെ വല്ലപ്പോഴും കാണുന്നു, അവരെന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുന്നു. അതിന് അവർക്ക് അത്രയും മതിയോ എന്നൊന്നും നമ്മൾ നോക്കാറില്ലല്ലോ. പക്ഷെ അവരാരും പട്ടിണി കിടക്കുന്നില്ല. ഭക്തനായ കൊച്ചുഞ്ഞുദേശി പാടിയിട്ടുണ്ടല്ലോ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ.
കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിരുന്നു. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിരുന്നു. കരയുന്ന കാക്കയ്ക്കാണെങ്കിൽ, വയലിലെ റോസാപുഷ്പത്തിനാണെങ്കിൽ, താമരയ്ക്കാണെങ്കിൽ അതിന് ഭംഗിയും അതിന് വേണ്ടുന്ന ആഹാരവും എല്ലാം നൽകുന്ന ദൈവം. പുലിക്കാണെങ്കിലും സിംഹത്തിനാണെങ്കിലും നമ്മുടെ വീടുകളുടെ മച്ചിലൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്ന മരപ്പട്ടിക്കാണെങ്കിൽ, ചെന്നായിക്കാണെങ്കിൽ, മുയലിനാണെങ്കിൽ, നായ്ക്കൾക്കാണെങ്കിൽ, അല്ലെ തെരുവ് നായകൾ ഭയങ്കര ശല്യമാവുണ്ടാകും. പക്ഷെ അവരിങ്ങനെ കൂട്ടം കൂടി നടക്കും. എവിടെങ്കിലും കിട്ടുന്നില്ല അതിന്റെ ആഹാരം. അങ്ങനെയെങ്കിൽ ഒരു വലിയ മർമ്മമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കാൻ അറിയുന്നവനാണെങ്കിൽ, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ട മനുഷ്യന് എനിക്കും നിങ്ങൾക്കും വേണ്ടത് തരാൻ അവൻ വിശ്വസ്തനാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത്. നമ്മൾ ചിന്തിച്ചപ്പോഴല്ല നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു കരമുണ്ട്. അത് നമ്മുടെ സൃഷ്ടാവിന്റെ കരമാണ്. ആ ദൈവം നമ്മളെ ഭൂമിയിൽ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ തരും. അവൻ തരാത്തതൊന്നും നമ്മൾ കൊതിച്ചിട്ടും കാര്യമില്ല. ഉറപ്പിച്ചോ, നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഭക്തൻ പാടുന്നത് പോലെ, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശന രക്ഷി. എന്റെ ദൈവവുമാണ്. കർത്താവ് കാത്തോളും. നിങ്ങളിന്ന് നേരിടുന്ന ആ പ്രശ്നമുണ്ടല്ലോ, അതിനൊരു പരിഹാരമുണ്ട്. അത് തക്ക സമയത്ത് വെളിപ്പെട്ടോളും. ഒറ്റ കാര്യം ചെയ്യുക, പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കിത് മറികടക്കാൻ പറ്റില്ല, എനിക്കിത് നേരിടാൻ അറിയില്ല, അങ്ങയുടെ കൈകളിലേക്ക് ഞാനിത് തരുന്നു. വെറുതെ എന്തിനാ മല്ല് പിടിക്കുന്നത്? വെറുതെ എന്തിനാ മസിൽ പിടിക്കുന്നത്? വെറുതെ എന്തിനാ നമ്മളിങ്ങനെ കിടന്ന് ടെൻഷൻ എടുക്കുന്നത്? ദൈവം പരിഹാരം വരുത്തുമെന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഒരു പ്രശ്നവും അതിൽ വരില്ല. കർത്താവിന്റെ കൈ കൊടുക്കുക. ഉറപ്പിച്ചു പറ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മകളാണ്, എൻ്റെ അപ്പൻ്റെതാണ് ഈ പ്രപഞ്ചം, എൻ്റെ പിതാവാണ് ദൈവം. യേശു മൂലം, യേശുവിന്റെ രക്തം മൂലം ഞാൻ ദൈവത്തിന്റെ നീതിമാനും കൂടിയാണ്. അതുകൊണ്ട് നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ലെന്ന് ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ ഞാൻ തോക്കില്ല, ഞാൻ പരാജയപ്പെടില്ല. തക്ക സമയത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കും. മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന പരിഹാരമല്ല എനിക്കുള്ളത്. എൻ്റെ വിഷയത്തിന്റെ പരിഹാരം. ഞാൻ കാക്കയല്ല, ഞാൻ മൃഗവുമല്ല, ഞാൻ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും കർത്താവിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്നെ പുലർത്താൻ, എനിക്ക് വേണ്ടുന്നത് തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഉറപ്പിച്ചോ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ദൈവം വഴി തുറന്നിട്ടുണ്ട്.